ഞാവൽപ്പഴം ഇന്നത്തെ തലമുറയ്ക്ക് വലിയ പരിചയമില്ലാത്തതാണ്. എന്നാൽ ഞാവൽ മരത്തിന് കീഴിൽ പൊഴിഞ്ഞു വീണ് കിടക്കുന്ന ഞാവൽ പഴങ്ങൾ ഞാൻ ഉൾപ്പെടെ കുട്ടിക്കാലത്ത് ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇന്നും നമ്മൾ പല വഴിയരികളിലും ഞാവൽ പഴം വിൽക്കാൻ വെച്ചിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അങ്ങനെ കിട്ടുന്നത് കളയരുത്, അതിന്റെ കുരുവടക്കം കഴിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട ഗുണങ്ങൾ പറഞ്ഞുതരാം. ഞാവൽ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വരുമെന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ കാരണം നമ്മുടെ ശരീരത്തിന്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, ആ വഴിക്ക് നമുക്ക് പ്രമേഹം കൺട്രോളിൽ കൊണ്ടുവരുന്നതിന്, ടൈപ്പ് 2 പ്രമേഹ രോഗ സാധ്യതയെ ഇല്ലാതാക്കുന്നതിന്, അമിതവണ്ണം കുറയ്ക്കുന്നതിന്, കൊളസ്ട്രോൾ ടെൻഡൻസി ആ വഴിക്ക് കുറയ്ക്കുന്നതിനെല്ലാം തന്നെ ഈ ഞാവൽപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കിട്ടിയാൽ ഞാവൽപ്പഴം കളയരുത്. ഇത് മാത്രമല്ല ഞാവൽപ്പഴത്തിന്റെ ഗുണം, ഇതിനകത്തുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ, നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഫ്രീ റാഡിക്കലുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഡൈജഷൻ, ദഹനം ഇംപ്രൂവ് ആകുന്നു, ആസിഡിറ്റി ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യുന്ന വഴിക്ക്, നിങ്ങളിപ്പോൾ വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്ത് പോകുന്നതിനും വണ്ണം കുറയാൻ, മെലിയാൻ ഇത് സഹായിക്കുകയും ചെയ്യും. നമ്മുടെ എനർജി മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പലപ്പോഴും ഞാവൽപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവിന് നല്ല കടും പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ കളർ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഇത്തരത്തിൽ നാവിനൊരു നീല കളർ വരുന്നത് കാണാൻ തന്നെ നമ്മൾ ഇത് കഴിക്കാറുണ്ട്. എന്നാൽ ഞാവൽപ്പഴം കഴിച്ചിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും കുരു തുപ്പിയാൻ കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചെയ്യരുത്. കുരുവിനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് കഴിയുന്നത്ര വെയിലത്തിട്ട് ഉണക്കുക. നന്നായിട്ട് ഉണങ്ങിയ ഈ ഞാവൽപ്പഴത്തിന്റെ കുരുക്കളെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് നിങ്ങളൊരു ടിന്നിലാക്കി സൂക്ഷിക്കുക. ദിവസവും ഒരു നേരം നിങ്ങളിതൊരു 1 ടീസ്പൂൺ എടുത്ത് നിങ്ങൾ അല്പം വെള്ളം എടുത്ത് ചൂടാക്കി, ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി അതിനകത്തൊരു 1 ടീസ്പൂൺ ഇട്ട് ഒന്ന് തിളച്ച് തണുത്ത് വരുമ്പോൾ ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ഇൻസുലിൻ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. പണ്ട് കാലത്ത് പ്രമേഹ രോഗത്തിനെ കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് ഈ ഞാവൽപ്പഴത്തിന്റെ കുരു പൊടിച്ച് കഴിക്കുന്നത് നല്ലതായിരുന്നു എന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാവൽപ്പഴവും കഴിക്കുക, കിട്ടിയാൽ കുരുവും ഒരിക്കലും കളയാതിരിക്കുക. ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.